രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യക്ക് നാണംകെട്ട തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. സൗത്ത് ആഫ്രിക്ക ഈസി ആയിട്ട് കളി ജയിച്ചു. ഇന്ന് ഇന്ത്യൻ ടീമിൽ സായ് സുദർശനും രാഹുലും മാത്രമാണ് ഒന്ന് കളിച്ചത്. പിന്നെയുള്ള എല്ലാ താരങ്ങളും ഫ്ലോപ്പായി. ബൗളിംഗിലും ഇന്ത്യ മോശമായിരുന്നു. ഇന്ന് സൗത്ത് ആഫ്രിക്ക കളി ജയിച്ച ശേഷം അവരുടെ ക്യാപ്റ്റൻ മാർക്കണം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ നല്ല കളി കാഴ്ചവെച്ചു. എന്നാൽ ഇന്നത്തെ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യ ഫ്ലോപ്പായി. ആകെ കൂടി 211 റൺസ് മാത്രമേ ഇന്ത്യ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് സെക്കൻഡ് ബാറ്റിങ്ങിൽ സൗത്ത് ആഫ്രിക്ക ഈസി ആയിട്ട് കളി ജയിച്ചു. ഇന്ത്യ ബൗളിംഗിൽ പരാജയമായിരുന്നു. ഇന്ന് കളി ജയിച്ച ശേഷം സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ മാർക്കണം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ കളി ഞങ്ങൾ തോറ്റിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ മാച്ച് ഞങ്ങൾക്ക് നിർണായകമായിരുന്നു. ഇന്നും കൂടി തോറ്റാൽ ഞങ്ങളുടെ പരമ്പര കൈവിട്ടു പോകും. അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ചാണ് ഇന്ന് വന്നത്. ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ കളിക്കാൻ സാധിച്ചു. ഞങ്ങളുടെ ബൗളേഴ്സ് മികച്ച പ്രകടനമാണെന്ന് കാഴ്ചവെച്ചത്. ഞങ്ങൾക്ക് ഈസി ആയിട്ട് കളി ജയിക്കാൻ സാധിച്ചു. ഇനി ഓരോരു മത്സരം മാത്രമേ ബാക്കിയുള്ളൂ. അതും കൂടി ജയിച്ച് പരമ്പര സ്വന്തമാക്കണം. അതാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത മാച്ചിലും ഇതേ കളി ആവർത്തിക്കുമെന്ന് മാർക്കണം വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ നിരാശയിലാണ്. ഏകദിന പരമ്പര ഇന്ത്യ നേടുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. ഇന്നത്തെ മാച്ച് ജയിച്ചുവെങ്കിൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാകാമായിരുന്നു. ആകെ കൂടി 3 ഏകദിനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനി അടുത്ത മത്സരത്തിന് വേണ്ടി കാത്തിരിക്കണം. നിലവിലിപ്പോൾ 1-1 രണ്ട് ടീമും തുല്യരാണ്. ഇന്നത്തെ മാച്ചിൽ ഇന്ത്യക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് പ്രധാനമായും ബാറ്റിങ്ങിലാണ് പിഴച്ചത്. ആർക്കും തന്നെ ഫോമാകാൻ സാധിച്ചില്ല. രാഹുലും സായ് സുദർശനും മാത്രമാണ് 50 അടിച്ചത്. ഋതുരാജ്, തിലക് വർമ്മ, റിങ്കു സിംഗ്, സഞ്ജു സാംസൺ തുടങ്ങിയ എല്ലാ താരങ്ങളും ഫ്ലോപ്പായി. ഈയൊരു പിച്ചിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നവർക്ക് കളിക്കാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ മാച്ചിൽ സൗത്ത് ആഫ്രിക്ക ഫസ്റ്റ് ബാറ്റ് ചെയ്തപ്പോൾ അവരും ഇങ്ങനെ ഓൾ ഔട്ടായി. അപ്പോൾ ഇന്ന് ഇന്ത്യ കളി തോൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.